ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേർഡ് ഫോർമേഷനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഇല്ല അല്ലെങ്കിൽ അറിയില്ല എന്നൊക്കെ പറയാനായിട്ട് വാചകത്തിൽ നമ്മൾ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർത്താൽ മതി. ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർത്താൽ മതി. ഫോർ എക്സാമ്പിൾ, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുക എന്നൊക്കെയാണ് അർത്ഥം. ഇനി അത് അറിയില്ല എന്നാക്കാനായിട്ട് നമ്മൾ ഡു നോട്ട് നോ എന്ന് ചേർത്താൽ മതി. ഇനി ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഐ ഡു നോട്ട് നോ ഹിസ് അഡ്രസ്സ്. എനിക്ക് അവൻ്റെ അഡ്രസ്സ് അറിയില്ല. ഐ ഡു നോട്ട് നോ എനിത്തിങ് എബൌട്ട് ഇറ്റ്. എനിക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല. ദേ ഡോണ്ട് നോ ഹെർ ക്യാരക്ടർ. അവർക്ക് അവളുടെ സ്വഭാവം അറിയില്ല. അവർ ഫുട്ബോൾ കളിക്കുന്നു. ദേ പ്ലേ ഫുട്ബോൾ. ഇനി നമുക്ക് ഈ ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണം. എന്ന് വെച്ചാൽ ദേ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ. ഇതിൽ അവിടെ വന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഡു പ്ലസ് നോട്ട് ചേർക്കണം. അടുത്ത എക്സാമ്പിളാണ് അവൻ സ്കൂളിൽ പോകുന്നു. ഹി ഗോസ് ടു സ്കൂൾ. ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് അതിനോടടുത്ത് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. അവൻ സ്കൂളിൽ പോകുന്നില്ല എന്നാവുമ്പോൾ ഹി ഡസ് നോട്ട് ഗോ ടു സ്കൂൾ എന്നാവും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് ചേർക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു ചേർക്കുക. ഡു പ്ലസ് നോട്ട് ഡോണ്ട് എന്ന് വരും. ആൻഡ് ഡസ് പ്ലസ് നോട്ട് ഡസിൻ്റ് എന്ന് വരും. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. അവന് ഹിന്ദി അറിയില്ല. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് അതിൻ്റെ വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഹി ഡസ് നോട്ട് നോ ഹിന്ദി എന്നാണ് എഴുതേണ്ടത്. ഇനി ഒരു സെൻറ്റൻസിൽ ഓക്സിലറി വെർബിന് പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മെയിൻ വെർബിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിലറി വെർബ് കിട്ടും. മെയിൻ വെർബ് എന്ന് പറയുമ്പോൾ ഡു ഡസ് ഡിഡ് ആണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ വരുമ്പോൾ യൂസ് ചെയ്യണം. ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലൂറൽ വരുമ്പോൾ യൂസ് ചെയ്യണം. ഡിഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ യൂസ് ചെയ്യണം. ഇനി ഒരു എക്സാമ്പിളിൽ ഐ ആം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആകുന്നു. ഇനി ഞാനൊരു ഡോക്ടർ അല്ല എന്ന് വരുമ്പോൾ അവിടെ ആം എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെർബാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നോട്ട് കൊടുക്കണം. ഐ ആം നോട്ട് എ ഡോക്ടർ. ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റ് ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് നോക്കുക. ഒരു നെഗറ്റീവ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്ലൂറലായിട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ ഐ യു വി ദേ ഈ പ്ലൂറൽ ഫോംസ് വരുമ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് പ്ലൂറലായിട്ട് തന്നെ എടുക്കണം. ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട് എന്ന് കൊടുക്കണം. ഇപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ഫോമിലാണ് വരണമെങ്കിൽ ഹീ ഷീ ഇറ്റ് ഇതൊക്കെയാണ് വരണമെങ്കിൽ ഓക്സിലറി വെർബും സിംഗുലർ ഫോം ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസൻ്റ് എന്ന് കൊടുക്കും. അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിളാണ് താഴെ കൊടുത്തേക്കുന്നത്. ഇനി കൊടുത്തേക്കുന്നത് കുറച്ച് പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവിലേക്ക് ആക്കുന്നതാണ്. അതിൽ ഐ സ്റ്റാർട്ട് അത് നമ്മൾ നെഗറ്റീവിലേക്ക് ആക്കുമ്പോൾ ഐ ഡു നോട്ട് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഐ ഡോണ്ട് സ്റ്റാർട്ട് എന്ന് പറയും. അടുത്തൊരു എക്സാമ്പിളാണ് ഹീ സ്റ്റാർട്ട്സ്. ഇതിൽ ഹീ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലറും അതുകൊണ്ട് തന്നെ അതിന് വന്ന വെർബ് നമ്മൾ സിംഗുലർ ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിൻ്റെ കൂടെ എസ് ചേർത്ത് കൊടുക്കും, സ്റ്റാർട്ട്സ്. ഇനി അത് നമ്മൾ നെഗറ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ ഹീ ഡസ് നോട്ട് സ്റ്റാർട്ട് എന്നാവും. അവിടെ ആ എസ് മാറ്റിക്കളയും. നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് അറിയാൻ വേണ്ടി നമുക്ക് കുറച്ച് വൊക്കാബുലറീസ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേർഡ്സും അതിൻ്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അത് നോക്കാം. അറ്റ് ഫസ്റ്റ് ആദ്യമായി, അറ്റ് വൺസ് ഉടനെ, എബൌട്ട് ഏകദേശം, ഓൾമോസ്റ്റ് ഏറെക്കുറെ, എനിവേ എന്തായാലും, എനി ഹൗ എങ്ങനെയെങ്കിലും, അറ്റ് പ്രസൻറ്റ് തൽക്കാലം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.